ഓക്കെ. ഗുഡ് ഈവനിങ് ഓൾ. നമ്മളെല്ലാവരും ഇന്ന് ഈ ഒരു മീറ്റിംഗിലേക്ക് കയറി വന്നിട്ടുള്ളത് നമ്മുടെ അപ്ഡേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. ഫേസ് ടുന്റെ അപ്ഡേഷൻ അറിയാൻ വേണ്ടിയിട്ടും പിന്നെ എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുള്ളത് നമുക്ക് നമ്മളുടെ അബ്ജിത് സാറ് മാണി സാർ ഇവിടെ മീറ്റിങ്ങിന് വരുമെന്നാണ്. അപ്പൊ നിങ്ങളോട് ഞാനൊരു ചെറിയൊരു കാര്യം പറയാണ്. സാർ ഇന്ന് മീറ്റിംഗ് ഉണ്ടാവില്ല. സാർക്ക് ഇന്ന് ചെറിയൊരു എക്സ്ചേഞ്ചിന്റെ ഒരു മീറ്റിംഗ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. സാർ ഉണ്ടാവില്ല എന്ന് എല്ലാവരും ഒന്ന് അറിയിക്കുകയാണ്. അതിനുശേഷം ഈ ഒരു പ്രോഗ്രാമിലേക്ക് കയറി വന്ന എല്ലാവരെയും വാം വെൽക്കം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാം എന്തിനാന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഫേസ് ടുന്റെ അപ്ഡേഷന് വേണ്ടിയിട്ടാണ്. ഈ ഫേസ് ടുന്റെ അപ്ഡേഷനും അതുപോലെ നമ്മുടെ കമ്പനിന്റെ അപ്ഡേഷനും കമ്പനിന്റെ ഓരോ രീതിയിലുള്ള വളർച്ചയും ഒക്കെ എല്ലാം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് സത്യൻ സാറാണ്. അരുൺ സോറി. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, നമ്മുടെ അരുൺ സാർ എന്താണോ പറയുന്നത് സൂക്ഷിച്ച് കേട്ട് നമ്മള് ഫോക്കസ് ചെയ്യും അതിലേക്ക്. സാറ് ഓക്കെ, താങ്ക് യു കൃഷ്ണ മാഡം. എന്റെ പേര് പരിചയപ്പെടുത്തി, അരുൺ സത്യൻ എന്നാണ്, കോഴിക്കോടാണ് സ്വദേശം. ഈ ഒരു പ്രോജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 8 മാസമാകുന്നു. അപെക്സ് ടോക്കണുമായിട്ട് കൈകോർത്തിട്ട് 8 മാസം. ഇന്ന് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഒരു ദിവസമാണ്. കാരണം നമ്മള് ഫേസ് ടൂല് നമ്മളൊരു റെഫറൽ പ്രോഗ്രാം കൂടെ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. ഒരു അഫിലിയേറ്റ് പ്രോഗ്രാം, ഒരു ബൈനറി പ്രോഗ്രാം കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇൻഫർമേഷൻ മേഡം കേൾക്കുന്നുണ്ടാവുക? ഓക്കെ, എന്റെ സൗണ്ട് ഒഡിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. മേഡം ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മൾ പറഞ്ഞു നമ്മൾ ഫേസ് ടുയുടെ ബൈനറി പ്രോഗ്രാം ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഒരുപാട് ആളുകൾക്ക് അതിന്റെ ലിങ്കും വീഡിയോസും ഒക്കെ വെച്ച് ഒരുപാട് ആളുകൾ അത് ചെയ്തിട്ടുണ്ട്. കുറെ പേര് ഓൾറെഡി ഫേസ് 2 ചെയ്ത് ലൈവിലാണുള്ളത്. അപ്പൊ ബാക്കിയുള്ള ആളുകൾക്ക് എന്താണ് ഫേസ് 2 എന്നുള്ള പ്രോഗ്രാം? ഒരുപക്ഷെ ഫേസ് 1 ചെയ്ത പല ആളുകളും മുമ്പുണ്ടായിരുന്ന ഫേസ് 2യുടെ വേർഷൻ ചെയ്യാത്ത ആളുകളുണ്ട്. അപ്പൊ അതെങ്ങനെ ചെയ്യാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനാണ് ഈ പ്രോഗ്രാം ഉള്ളത്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഫേസ് 2 എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഫേസ് 2 വരുന്നത് നമുക്കറിയാം, ഒരു പോയിന്റ് ടോക്കണിന്റെ ഡെവലപ്പിംഗ് സ്റ്റേജിൽ പല തരത്തിലുള്ള പ്രോസസ്സസ് ഉണ്ട്, പല തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് വരുന്നുണ്ട്. അതിൽ ഒരു പ്രൊസീജിയർ ആണ് ബേണിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നോർമൽ കൗണ്ട്, അതായത് ഒരു ടോക്കണിന്റെ കൗണ്ട് ബേൺ ചെയ്ത് കളയാനുള്ള ക്രിപ്റ്റോയിലെ ഒരു ടെക്നിക്ക് ഉണ്ട്. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഡിമാൻഡ് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ സപ്ലൈ കുറയുന്ന സമയത്ത് ഡിമാൻഡ് കൂടും, അതിന് പ്രൈസ് ഹൈക്ക് ഉണ്ടാവും. അപ്പൊ നമുക്കറിയാം, ഏതൊരു എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഡിമാൻഡ് ഉള്ള സമയത്ത്, ഒരുപക്ഷെ ഒരു മാരേജ് സീസൺ ആവുമ്പോൾ ചിലപ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സവോളയ്ക്ക് വില കൂടുന്നു, അല്ലെങ്കിൽ മറ്റുള്ള അങ്ങനെ നമ്മൾ സീസണലി ചില സാധനങ്ങൾക്ക് വലിയ രീതിയിൽ വില വർദ്ധിക്കാറുണ്ട്. അത് കാരണം എന്താ വെച്ചാൽ സപ്ലൈ കുറയുകയും ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം, നമ്മുടെ ഈ ഒരു നെറ്റ്വർക്ക് BNB എന്ന് പറഞ്ഞ നെറ്റ്വർക്കിലുള്ള ടോട്ടൽ കൗണ്ട് ഓഫ് ടോക്കൺ എന്ന് പറയുന്നത് 3000 കോടിയാണ്, അല്ലെ? 3000 കോടി സപ്ലൈ ആണ് നമുക്ക് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ബേണിംഗ് പ്രോസസ്സ് നടക്കും തോറും നമ്മുടെ കയ്യിലുള്ള ടോക്കണിന് പ്രൈസ് ഹൈക്ക് ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ മാർക്കറ്റിൽ വലിയൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ബേണിംഗ് പ്രോസസ്സ്. അപ്പൊ ആ ബേണിംഗ് പ്രോസസ്സിന്റെ ഭാഗം ഒരു പ്ലാൻ രൂപത്തിൽ, ഇപ്പൊ നമുക്കറിയാം, വെറുതെ നമ്മുടെ കയ്യിലുള്ള ടോക്കൺ ഒരാളും ബേൺ ചെയ്യാനില്ല. കാരണം അത് എല്ലാവർക്കും ബെനിഫിറ്റ് കിട്ടാവുന്ന രീതിയിൽ തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ് ഫേസ് 2. അതായത് ഒരു വിഭാഗം ആളുകൾ തങ്ങളുടെ കയ്യിലുള്ള ടോക്കൺ ബേൺ ചെയ്യാൻ തയ്യാറാവുന്നു. ബേൺ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ബേണിംഗ് പ്രോസസ്സിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് നഷ്ടമാണ്. ഇപ്പൊ മുമ്പ് ഉണ്ടായിരുന്ന ബേണിംഗ് പ്രോസസ്സ് പറയുന്നത് 1000 ടോക്കൺ ഉണ്ടെങ്കിൽ അതിൽ 300 ബേൺ ചെയ്ത് പോകുന്നു, 700 ആണ് നമുക്ക് സ്റ്റേക്ക് ചെയ്യാൻ പറ്റുക.
പക്ഷെ മാർക്കറ്റിൽ അതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ കോയിൻ ഒരു പരിധി വരെ നമുക്കറിയാം വലിയ ഒരു പ്രൈസ് ഹൈക്കിൽ അല്ലെങ്കിൽ ഒരു പ്രൈസ് സ്റ്റെബിലിറ്റിയിൽ നിൽക്കുകയും ചെയ്യും. ഇപ്പൊ പല കോയിൻസും നമുക്കറിയാം വലിയ രീതിയിൽ ഫ്ലക്ച്വേറ്റ് ചെയ്തു, അല്ലെ വലിയ രീതിയിൽ വാല്യൂ ഇടിഞ്ഞു പോകുന്ന രീതിയൊക്കെ ഉണ്ട്. ലിസ്റ്റ് ചെയ്ത കോയിൻസ് ചിലപ്പോൾ ഹൈക്കിലേക്ക് വരും, പിന്നെ വലിയ രീതിയിലേക്ക് ഒരു ഇടിവൊക്കെ വരാറുണ്ട്. പക്ഷെ അതൊന്നും ഇല്ലാതെ മാർക്കറ്റിൽ നിലനിർത്തും. അപ്പൊ അത് ഒരുപാട് ബൈയേഴ്സിനെ, ഈ ഒരു കോയിൻ ബൈ ചെയ്യാനുള്ള ഒരുപാട് ആളുകളെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള റീസൺ ആവും. അതോടൊപ്പം തന്നെ പുതിയ പുതിയ എക്സ്ചേഞ്ചുകൾ, ഒരുപാട് എക്സ്ചേഞ്ചുകളിലേക്ക് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ കോയിന്റെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ സാധിക്കൂ. അപ്പൊ ആ സമയത്ത് എന്താണ് ഇത് ഇവിടെ വരാൻ പോകുന്ന ബേൺ ചെയ്ത ആളുകൾക്കുള്ള ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഗ്യാസ് ഫീ ആയിട്ട് അപെക്സ് ടോക്കൺ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ എക്സ്ചേഞ്ചുകളിൽ നമുക്കറിയാം, വിഡ്രോവൽ ആയിട്ടും അല്ലെ ബൈ ചെയ്യുന്ന സമയത്തൊക്കെ ഗ്യാസ് ഫീ ആയിട്ട് വിഡ്രോവൽ സമയത്തോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗ്യാസ് ഫീ ഇപ്പൊ നമുക്കറിയാം ഫേസ് 1 നമ്മൾ ഗ്യാസ് ഫീ ആയിട്ട് പല ഇന്റർണൽ ട്രാൻസ്ഫറിനാണെങ്കിലും അതല്ലെങ്കിൽ വിഡ്രോവലിനാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യും. ഇതുപോലെ തന്നെ എക്സ്ചേഞ്ചുകളുണ്ട്. ആ എക്സ്ചേഞ്ചുകളുടെ എണ്ണം കൂടുന്തോറും, വലിയ വലിയ എക്സ്ചേഞ്ചുകളിലേക്ക് വരുന്തോറും നിരവധി ആളുകൾ ഈ വിഡ്രോവലും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഗ്യാസ് ഫീ, ഈ ഗ്യാസ് ഫീ ഇനത്തിൽ വരുന്ന കമ്പനിയിലേക്ക് വരുന്ന എമൗണ്ട് തിരിച്ച് ഡീസെൻട്രലൈസ്ഡ് ആയിക്കൊണ്ട് തന്നെ ഡയറക്റ്റ് ഇത് ബേൺ ചെയ്ത ആളുകളിലേക്ക് എത്തി. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫേസ് 2 സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ നമുക്കറിയാം 2% ഡെയിലി റിവാർഡ് കിട്ടിയ ആളുകൾക്ക് 3% വന്നിട്ടുണ്ട്, 4% വന്നിട്ടുണ്ട്. ഈ രീതിയിലൊക്കെ വലിയ റിവാർഡ്സ് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. അവർക്കൊക്കെ അത് ഇൻസ്റ്റന്റ് ആയിട്ട് വിഡ്രോ ചെയ്യാൻ, അത് സെല് ചെയ്യാനും ഇതുവരെ കമ്പനി ഫേസ് 2 തുടങ്ങിയത് തൊട്ട് ഇതുവരെ പ്രൊഫഷണൽ ആയിട്ട് അത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അത് കമ്പനിക്ക് വരുന്ന ഗ്യാസ് ഫീ ഇനത്തിൽ വരുന്ന എമൗണ്ട് ആണ് നമ്മൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇനി ആ ഒരു ഇനത്തിൽ നമ്മളൊരു ബൈനറി പ്രോഗ്രാം കൂടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ ബൈനറി പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നതിന്റെ ഉദ്ദേശം, ഇപ്പൊ ഫേസ് 2 ചെയ്യുന്നതുകൊണ്ട് നമുക്കുണ്ടാവുന്ന ഒരു ഒന്നാമത്തെ കേസ്, ഇപ്പൊ നമുക്കറിയാം ഫേസ് 1 എന്നുള്ളത് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ടോക്കൺസ്, ഇപ്പൊ BNB നെറ്റ്വർക്ക് ഉണ്ട്, എത്തേറിയം ഉണ്ട്, ക്രോഡ്, ഈ മൂന്നും ബിനാൻസിൽ ഉൾപ്പെടെ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഫേസ് 3 ഫേസ് 1 എന്നുള്ളത് നമ്മൾ പതിയെ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോസസ് ആണ്, അല്ലെങ്കിൽ ഒരു പ്ലാൻ ആണ്. പക്ഷേ ഫേസ് 2ന്റെ പ്രത്യേകത, ഇതൊരു ലൈഫ് ടൈം പ്രോഗ്രാം ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്തത്. ബേണിംഗ് പ്രോസസ് എന്നുള്ളത് ഇത്ര പെർസെന്റേജ് വെച്ച് ബേൺ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രോസസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ലൈഫ് ടൈം നമുക്ക് ഒരു ROI കിട്ടാവുന്ന ഒരു പ്രോഗ്രാം ആയിട്ടാണ് നമുക്ക് ഇത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഫേസ് 2 ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു 6 മന്ത് ലോക്കിംഗ് പീരീഡ് കൂടി പറയുന്നത്. നമ്മളെ ക്യാപിറ്റൽ സ്റ്റേക്ക് ചെയ്ത എമൗണ്ട് എന്താണ്, അതിന് 6 മന്ത് ലോക്കിംഗ് പീരീഡ്. അത് നമ്മൾക്ക് BSE സ്കാനിൽ പോയിട്ട് വെരിഫൈ ചെയ്യാം. അത് കമ്പനിയുടെ ലോക്കിംഗ് മാത്രമേ വരുന്നുള്ളൂ. അത് ആ സമയം കഴിഞ്ഞ് ഓട്ടോമാറ്റിക് ആയിട്ട് ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആണ്. BSE സ്കാനിൽ പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മളെ എമൗണ്ട് നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട്. അതൊരു ലോക്കിംഗ് മാത്രം വരുന്ന ഒരു പ്രോഗ്രാമാണ്. BSE സ്കാനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടൈം ഉൾപ്പെടെ കാണിക്കും എന്ന് അത് റിലീസ് ചെയ്യപ്പെടാൻ പോകും. അത് ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആണ് നമ്മൾ ചെയ്യുന്ന സമയത്ത്. അപ്പൊ അത്തരത്തിലുള്ള ലോക്കിംഗ് പീരീഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ, ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ബിറ്റ് കോയിൻ ഒക്കെ വരുന്ന സമയത്ത് 50 പൈസക്ക് ബിറ്റ് കോയിൻ വാങ്ങിച്ച ആൾ അത് 1 രൂപ ആവുന്നതിന് മുമ്പ് വിറ്റിട്ടുണ്ടാവും. 1000 രൂപയ്ക്ക് വാങ്ങിച്ച ആൾ ഒരു 1500 രൂപ ആവുമ്പോഴേക്കും അത് വിറ്റിട്ടുണ്ടാവും. കുറച്ച് ചെറിയ ചെറിയ പ്രൈസ് ഹൈക്കിൽ നമ്മൾ വിറ്റ് പോകും, നമ്മൾ ലാഭം എടുത്തു പോകും. പക്ഷെ ഒരു 5-6 മാസം നമുക്ക് അതൊരു ലോക്കിംഗ് ഉണ്ട്. അതിനുശേഷം ഓട്ടോമാറ്റിക് അത് റിലീസ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും അതുവരെയുള്ള ഒരു പ്രൈസ് ഹൈക്ക് നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടാവുന്ന രീതിയിലാണ് കമ്പനി ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോ ഇവിടെ അതോടൊപ്പം തന്നെ ബൈനറി സ്റ്റേക്കിംഗ് പ്രോഗ്രാമിൽ നമുക്ക് ബൈനറി ഉണ്ട്. അതൊരു 5% നമുക്ക് ബൈനറി ഇൻകം, 5% റഫറൽ ഇൻകം, സീലിംഗ് ലിമിറ്റ് 500 അപെക്സ് ടോക്കൺ ഡെയിലി. ഇത് അപെക്സ് ടോക്കൺ ആകുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ, നാളെ അപെക്സ് ടോക്കൺ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം $10, $20 അങ്ങനെ മുകളിലേക്ക് പോകാനുള്ള ഒരു കറൻസിയാണ്. അപ്പൊ ആ സമയത്തും നമുക്ക് 500 അപെക്സ് ആയിട്ടാണ് വരിക. അപ്പൊ $10 ഉണ്ട്, ഒരു 500 അപെക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് $5000 ബിസിനസ് ആയി. അപ്പോ ഡെയിലി നമുക്കതൊരു സീലിംഗ് എന്ന് പറയുമ്പോൾ 500 അപെക്സിന്റെ രൂപത്തിലാണ് ഇവിടെ എന്ത് ചെയ്തത്, സീലിംഗ് ഉള്ളത്. ഇനി നമ്മൾക്ക് ഏത് സമയം വേണമെങ്കിലും, നമ്മൾ ROI ഏത് സമയം വേണമെങ്കിലും എക്സ്ചേഞ്ച് നമുക്ക് USDT ആക്കാം, അത് P2P ചെയ്ത് ക്യാഷ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഫുള്ളി ഫ്രീ ആയത്, ഫുള്ളി നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാൻ ആണ് നമ്മൾ ഇന്ന് ഫേസ് 2ന്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള പ്ലാൻ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും കാലം ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊരു 8 മാസമായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ 8 മാസം കൊണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടീം ഇന്ന്
ഇനിയും എനിക്കൊരു ഇൻകം വരാവുന്ന രീതിയിലാണ് ഫേസ് 2. ഓൾറെഡി ഫേസ് 1 നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടീമിൽ നമുക്ക് വലിയൊരു ഇൻകം വരുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ആ ഫേസ് 1 അതേ റീസ്ട്രക്ചർ നമ്മൾ ഫേസ് 2 ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഫേസ് 1 ഫേസ് 2 ആയിട്ട് കണക്ട് ചെയ്യുക എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അതായത് ഫേസ് 1 ഫേസ് 2 ആയിട്ട് കണക്ട് ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഫേസ് 1 ഫേസ് 2 ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, എന്റെ ട്രീയിലുള്ള മുഴുവൻ ഐഡികളും ലെഫ്റ്റും റൈറ്റുമായിട്ട് ഇപ്പൊ എങ്ങനെയാണോ ഫേസ് 1 ഉള്ളത് അതേപോലെ പ്ലേസ് ചെയ്യപ്പെടും. എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു റെപ്ലിക്കേറ്റഡ് കോപ്പി എന്ന് നമുക്ക് വേണേൽ പറയാം. അത് ജസ്റ്റ് എന്ത് ചെയ്തു, അതവിടെ കോപ്പി ചെയ്തു. ഇനി അതിൽ താല്പര്യമുള്ള ആളുകൾ മാത്രം ഫേസ് 2 ചെയ്താൽ മതി. താല്പര്യമുള്ള ആളുകൾ ഫേസ് 2 ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ ലെഫ്റ്റും റൈറ്റും ഉള്ള മുഴുവൻ ആളുകളിലേക്ക് ഇത് പോകുമ്പോൾ എല്ലാവരും തന്നെ ഫേസ് 2 ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ നിന്ന് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊരു 8 മാസമായിട്ട് ചെയ്ത ഡയറക്റ്റ് റെഫറൻസ് ഉണ്ടാവും. ആ 8 മാസമായിട്ട് ചെയ്ത ഡയറക്റ്റ് റെഫറൽ ഇൻകം നമുക്ക് കയറുകയാണ്. അറ്റ് എ ടൈമിൽ നമുക്ക് ഇൻകം ഉണ്ടാക്കാൻ പറ്റും. അത് ബൈനറി ആണെങ്കിൽ പോലും ഇത്രയും കാലം കൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ടീം വീണ്ടും റീ ആയിട്ട് ഇതില് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നല്ലൊരു ബൈനറി ഇൻകത്തിലേക്ക് നമുക്ക് മാറാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ കൃത്യമായിട്ട് അതിന്റെ എങ്ങനെ അത് ഉപയോഗിക്കാം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാം. ഇനി ഫേസ് 1 ചെയ്യാൻ ഒരാൾക്ക് താല്പര്യമില്ല. ഇപ്പൊ ഒരുപാട് ആളുകൾ ഇപ്പൊ നമ്മൾ ഫേസ് 2 ആയി ബന്ധപ്പെട്ട് സിയാലില് നമ്മളൊരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, എക്സ്പോ വെച്ചിട്ടുണ്ടായിരുന്നു. ആ എക്സ്പോയിലൊക്കെ പല ആളുകൾക്കും ഫേസ് 1 ചെയ്യാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ പോലും ഫേസ് 2 ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഓൾറെഡി ഇപ്പൊ ലൈവിലുള്ള കോയിൻ ആണ്. അപ്പൊ ആ കോയിൻ ആവുന്ന സമയത്ത് അവർക്ക് എപ്പോ വേണമെങ്കിലും അത് കൈകാര്യം ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഫേസ് 2 വന്നത്. അപ്പൊ അതുപോലെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫേസ് 1 ഇനി നമ്മൾ ഏത് ഐഡിയ അടിച്ചാലും അത് ഫേസ് 2 റെപ്ലിക്കേറ്റഡ് കോപ്പി ആയിട്ട് വരും. അപ്പൊ നാളെ നമ്മൾ ഇത് ആക്ടിവേറ്റ് ചെയ്തു, നാളെ നമ്മൾ ഒരു സുഹൃത്തിന്റെ ഐഡി ഫേസ് 1 നമ്മൾ പ്ലേസ് ചെയ്താലും അത് ഓട്ടോമാറ്റിക്കലി ഫേസ് 2 നമ്മളെ ടീമിൽ വരും. ഇനി നമുക്ക് ഫേസ് 1 ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് ഫേസ് 2 മാത്രമേ ചെയ്യുന്നു എന്ന് വിചാരിച്ച ഒരു വ്യക്തി വരികയാണെങ്കിൽ അവർക്ക് രജിസ്ട്രേഷൻ ലിങ്ക് അയക്കാനുള്ള ഓപ്ഷനും നമ്മളെ വെബ്സൈറ്റിലുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഒരു ഐഡി ലോഗി എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നാളെ അത് ചെയ്യണം. ഒരുപാട് മീറ്റിങ്ങുകൾ നമ്മൾ കണ്ടക്ട് ചെയ്തു, പല കോർ മീറ്റിങ്ങുകളൊക്കെ വെച്ച് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അത് ചെയ്തിട്ടുണ്ട്. ലീഡർഷിപ്പുള്ള ആളുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഞാൻ അതിന് വേണ്ടിയിട്ട് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാണ്. ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുന്നത് നമ്മളെ ട്രസ്റ്റ് വാലറ്റിലാണ്. ഈ സ്റ്റേക്കിംഗ് പ്രോഗ്രാം നടക്കുന്നത് ട്രസ്റ്റ് വാലറ്റിലാണ്. ട്രസ്റ്റ് വാലറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രസ്റ്റ് വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്യാത്ത ആളുകളുണ്ട്, യൂസ് ചെയ്യാത്ത ആളുകളുണ്ട്. നിർബന്ധമായിട്ടും ട്രസ്റ്റ് വാലറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റൂ. ഈ ട്രസ്റ്റ് വാലറ്റ് ത്രൂ ആണ് നമ്മൾ ഫേസ് 1 ഫേസ് 2 ചെയ്തത്. കാരണം ഞാൻ പറഞ്ഞു ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാം ആണ്. നമുക്ക് തന്നെ BSC സ്കാനിൽ കയറി എത്ര നമ്മൾ സ്റ്റേക്ക് ചെയ്തു, അത് എന്ന് റിലീസ് ചെയ്യുന്നുള്ള ടൈമിംഗ് വരെ നമുക്ക് അവിടെ കാണാൻ പറ്റും. കാരണം അത് കമ്പനിയുടെ കയ്യിലല്ല പിന്നീട് അത് റിലീസ് ചെയ്യും. ഓട്ടോമാറ്റിക്കലി നമ്മളെ കയ്യിലേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കിംഗ് പീരീഡ് മാത്രമേ ഉണ്ടാവൂ. അപ്പൊ അതൊക്കെ പ്രോപ്പർ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത് ട്രസ്റ്റ് വാലറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവണം. ട്രസ്റ്റ് വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്തതിലേക്ക് എങ്ങനെ നമ്മൾ ഈ ഫേസ് 1 കണക്ട് ചെയ്യാം അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്റെ സ്ക്രീന് ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്കറിയാം ട്രസ്റ്റ് വാലറ്റ് വേണമെങ്കിൽ നമുക്ക് ഒരു വാലറ്റ് തന്നെ എത്ര ID വേണമെങ്കിലും കണക്ട് ചെയ്യാം. അത് ഓരോരോ സമയത്ത് അതായത് യൂസർ നെയിം അടിച്ചാൽ മതി. നമുക്ക് വേണമെങ്കിൽ പുതിയൊരു വാലറ്റ് ഓപ്പൺ ചെയ്തിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പുതിയൊരു വാലറ്റ് ഓപ്പൺ ചെയ്യാം. പുതിയ വാലറ്റ് ഓപ്പൺ ചെയ്യാൻ വളരെ ഈസിയാണ്. നമ്മൾ ഇവിടെ മെയിൻ വാലറ്റ് 3 എന്ന് കാണുന്നിടത്ത് ഒരു ആരോ ഉണ്ട്. ആ ആരോയിൽ ടച്ച് ചെയ്താൽ ഇതുവരെയുള്ള എന്റെ വാലറ്റ് കാണാം. ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം. ആ പ്ലസ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ക്രിയേറ്റ് എ ന്യൂ വാലറ്റ് അല്ലെങ്കിൽ ആഡ് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ഒരു ന്യൂ വാലറ്റ് സീക്രട്ട് ഫ്രേസ് വെച്ചിട്ടാണോ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ക്രിയേറ്റ് ന്യൂ വാലറ്റ്
ഓപ്ഷൻ കൊടുത്തു. ഇപ്പൊ എന്റെ 4ാമത്തെ വാലറ്റ് ഓപ്പൺ ചെയ്തു. ഇപ്പൊ പല ആളുകൾക്ക് അതൊരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇത് എന്റെ 4ാമത്തെ വാലറ്റ് ആണ്, ഒരേ ട്രസ്റ്റ് വാലറ്റിലുള്ള 4ാമത്തെ വാലറ്റ്. ഇനി ഇതില് ഞാൻ കണക്ട് ചെയ്യണമെങ്കിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് നമ്മൾ ഡയറക്റ്റ് രജിസ്ട്രേഷൻ ലിങ്ക് എന്ന് കാണാം. അതിൽ ഫേസ് ടു അപ്പെക്സ് ടോക്കൺ അതല്ല, സൈൻ ഇൻ ഓൾറെഡി ജോയിൻ ചെയ്ത ആളുകൾ യൂസ് ചെയ്യേണ്ട ലിങ്ക് ഇതാണ്, ഫേസ് ടു സൈൻ ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു. ഈ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്യുന്നു. അത് കോപ്പി ചെയ്തിട്ട് നമുക്കിവിടെ വീണ്ടും ട്രസ്റ്റ് വാലറ്റിൽ വരാം. ട്രസ്റ്റ് വാലറ്റിൽ താഴെ നമുക്ക് കാണാം ഹോം, സാപ്പ്, ഏൺ, ഡിസ്കവർ, ഈ 4 ഓപ്ഷൻസ് കാണാം. ഇതിൽ ഞാൻ ഈ ഡിസ്കവർ എന്നുള്ളതിൽ ടച്ച് ചെയ്തു. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരു സെർച്ചിങ് ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പൊ അവിടെ ഞാൻ എന്റെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അപ്പെക്സിന്റെ ഇത് ലിങ്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ കണക്ട് ചെയ്യാനുള്ള ഫേസ് 1ഉം ഫേസ് 2 ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മളത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഇങ്ങനെയാണ്. കണക്ട് ഡി ആപ്പ് എന്ന് കാണാം. അതിൽ എത്തേറിയം ആണ് നമ്മളെ നെറ്റ്വർക്ക് ആയിട്ട് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ നമ്മളറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് എന്ന് പറയുന്നത് BNB നെറ്റ്വർക്ക് ആണ്, BNB സ്മാർട്ട് ചെയിൻ അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ എത്തേറിയം ചേഞ്ച് ചെയ്യണം. പക്ഷെ നമ്മൾ കണക്ട് എന്ന് ഞാൻ കൊടുക്കുന്നു. ഇവിടെ കണക്ട് എന്ന് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ BSC വാലറ്റ് അഡ്രസ് നമുക്ക് അവിടെ കാണുന്നുണ്ട്. അപ്പൊ ഒരു പക്ഷേ നമ്മൾ ഇപ്പോഴും എത്തേറിയം നെറ്റ്വർക്കിലാണ് ഉള്ളതെങ്കിൽ പല അക്കൗണ്ടിലും അത് കാണണമെന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ മുകളിൽ ഒരു 3 ഡോട്ട് കാണാം. നമുക്ക് പറയുന്നത് ഓൾറെഡി പെൻഡിങ് ഇത് കാണിക്കുന്ന 3 ഡോട്ട്, ആ 5 എന്നുള്ള മാർക്ക് ചെയ്ത് ടോപ്പിൽ. അപ്പൊ ഞാൻ ആ 3 ഡോട്ടിൽ ടച്ച് ചെയ്താൽ ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കിവിടെ ചോദിക്കുന്നുണ്ട്, ഈ ചോദിക്കുന്ന ഓപ്ഷൻ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. അതായത് എന്റർ BSC വാലറ്റ് അഡ്രസ്, പാസ്വേഡ് ഇത് ചോദിക്കുന്നുണ്ട്. പക്ഷെ താഴെ ഒരു ഓപ്ഷൻ കാണാം, ക്ലിക്ക് ഹിയർ ഇഫ് യു ഹാവ് ആൻ അപ്പെക്സ് ID. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രസ്റ്റ് വാലറ്റിൽ വരുന്നു. ഒന്നുകൂടി ബാക്ക് എടുത്ത് ഞാൻ പറഞ്ഞുതരാം. ട്രസ്റ്റ് വാലറ്റ് വരുന്നു, സാപ്പ്, ഏൺ, ഡിസ്കവർ ഓപ്ഷനിൽ പോകുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് വരുന്ന വിൻഡോ ഇതാണ്. ആ വിൻഡോയിൽ ക്ലിക്ക് ഹിയർ ഇഫ് യു ഹാവ് ആൻ അപ്പെക്സ് ID ഉള്ള ആളാണെങ്കിൽ നമ്മൾ ഇത് ടച്ച് ചെയ്യണം. ടച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ BSC വാലറ്റ് അഡ്രസ് നമ്മൾ അവിടെ കാണുന്നുണ്ട്. നമുക്ക് ഒരു വാലറ്റ് അഡ്രസ് അവിടെ കാണുന്നു. ആ വാലറ്റ് അഡ്രസ് ഒരു പക്ഷേ നമുക്ക് കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഇപ്പൊ എത്തേറിയം നെറ്റ്വർക്ക് എന്നാണ് കാണിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ മറ്റൊന്ന് നെറ്റ്വർക്കാണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ മുകളിൽ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ഈ മോഡൽ പക്ഷെ അത് എത്തേറിയം നെറ്റ്വർക്ക് ആണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് വരും, ഇതിന്റെ നെറ്റ്വർക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇപ്പൊ എത്തേറിയത്തിലാണ് കിടക്കുന്നത്. അത് ആൻഡ്രോയിഡിലുള്ള ഒരു രീതി ആയിരിക്കും, അതുപോലെ തന്നെ ഐഫോണിലുള്ള രീതി ആയിരിക്കും. ഇപ്പൊ ഞാനിവിടെ BNB സ്മാർട്ട് നെറ്റ്വർക്ക് ഇത് തന്നെ ചൂസ് ചെയ്യണത്. ഒറ്റ കാര്യം, മുകളിലെ ഡോട്ട് ഞെക്ക് ചെയ്യാം. അതിൽ എത്തേറിയം ആണെങ്കിൽ നമ്മൾ അത് സ്വിച്ച് ചെയ്തിട്ട് എന്തിലേക്ക് മാറ്റണം, നമ്മൾ BSC. ഇപ്പൊ ഓൾറെഡി BSC ഇതിലാണ്. അപ്പൊ ഇനി ഞാൻ ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ, എന്റെ ഫേസ് 1ലെ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ അടിക്കണം. അപ്പൊ ഞാൻ ഒരു ഇന്ന് യൂസ് ചെയ്യുന്ന ഒരു ID ഇവിടെ ഞാൻ എടുത്തിട്ട് ഈ IDയുടെ യൂസർ നെയിമും പാസ്വേഡും ഞാൻ അവിടെ എൻ്റർ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതാണ് അപ്പെക്സ് ID. ദെൻ അതിന്റെ പാസ്വേഡ് അടിച്ചു കൊടുക്കുന്നു, പാസ്വേഡ് അടിച്ചു. ദെൻ കണക്ട് ഫേസ് 1 അക്കൗണ്ട്. ഫേസ് 1 അക്കൗണ്ടുമായിട്ട് നമ്മളോട് കണക്ട് ചെയ്യാൻ. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം ഇവിടെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഫേസ് 1ന്റെ വിൻഡോ പോലെ തന്നെ ഒരു വിൻഡോ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ BSC ഇതിന്റെ അഡ്രസ് ഉണ്ട്, ട്രസ്റ്റ് വാലറ്റിലെ അഡ്രസ് ഉണ്ട്, ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഓൾറെഡി അപ്പെക്സ് ബാലൻസ് എല്ലാം 0 ആണ്, ക്യാപിറ്റൽ 0 ആണ്. നമ്മൾ ടോട്ടൽ ലെഫ്റ്റും റൈറ്റുള്ള മെമ്പേഴ്സ് ഇതൊക്കെ ഇവിടെ കാണിക്കും. ടോട്ടലി ആ ട്രീയിലുള്ള മെമ്പേഴ്സ് എന്താണ്.
ഇനി ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ നമുക്കറിയാം ഡാഷ്ബോർഡ് കഴിഞ്ഞു. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് പ്ലാൻ ആണ്. പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉള്ളത് അപ്പെക്സ് 120. ഇതാണ് നമ്മളെ ഒരു പ്ലാൻ, അപ്പെക്സ് 120. ഈ അപ്പെക്സ് 120 എന്ന് പറഞ്ഞ പ്ലാൻ നമ്മൾ ആക്ടിവേറ്റ് ചെയ്താൽ, ഈ പ്ലാൻ ആണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ സംഭവിക്കുന്ന കാര്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ടോട്ടൽ അപ്പെക്സ് റിക്വയർഡ് അപ്പെക്സ് ടു ബേൺ. അപ്പോ ഇവിടെ 70 സ്റ്റേക്ക് ചെയ്യപ്പെടും, 50 ബേൺ ചെയ്യപ്പെടും. അപ്പോ നമ്മൾ പ്ലാൻ ഇത് ബേൺ പ്ലാൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന കാര്യം, ഇതിൽ 70 സ്റ്റേക്ക് ചെയ്യപ്പെടും, അതുപോലെ തന്നെ 50 ബേൺ ചെയ്യപ്പെടും. അങ്ങനെ 120 അപ്പെക്സ് ടോക്കണിന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് ഇവിടെ നമുക്ക് പ്ലാനുകൾ വരുന്നത്. അങ്ങനെ നമുക്ക് 24,000 അപ്പെക്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും. ഇനി അത് ബിസിനസ് ലോഗ് നമുക്ക് അറിയുന്ന കാര്യമാണ്. പിന്നീട് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരാളെ റെഫർ ചെയ്യണമെങ്കിൽ ഓൾറെഡി നമുക്കറിയാലോ, നമ്മൾ ഫേസ് 1 റെഫർ ചെയ്താൽ ഓൾറെഡി ഇവിടെ എത്തും. പക്ഷെ അതല്ലാതെ അഡീഷണൽ ആയിട്ട് ഒരാളെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ച് ഫേസ് 2 റെഫറൻസ് അയച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ട്രീയിലേക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി പ്ലേസ്മെന്റ് ആയിട്ട് അത് ഓട്ടോമാറ്റിക്കലി വന്നോളും. ഇനി നമ്മളിവിടെ ട്രീ നോക്കുകയാണെങ്കിലും നമ്മളെ ഫേസ് 2 എന്താണോ ആ ഫേസ് 2ലുള്ള ട്രീ വരുന്നുണ്ട്. പക്ഷെ ആ ട്രീയിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു വാലറ്റ് അഡ്രസ് കാണാം. അത് ഡീസെൻട്രലൈസ്ഡ് ആയതുകൊണ്ടാണ് ആ അഡ്രസ്സിലാണ് കാര്യങ്ങൾ വരിക. ബാക്കിയുള്ളത് നമുക്ക് ഫുള്ളി എന്ത് ചെയ്യാം, ഈ പ്ലേസ് ഇതിപ്പോ നമ്മൾ ആക്ടിവേറ്റ് ചെയ്താൽ നമ്മൾ ഐ ഡി ആക്ടിവേറ്റ് ആയി. അതിനുശേഷം ബാക്കിയുള്ള ആളുകൾ, അതായത് നമ്മുടെ ലെഫ്റ്റും റൈറ്റും ഉള്ള മുഴുവൻ ആളുകൾ അത് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയൊരു ഇൻകം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അറിയാവുന്ന ഓപ്ഷൻസ് ആണ്. അതിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ ഈ വിൻഡോയിൽ വരാനുണ്ട്. എനിവേ, ഇനി നമ്മൾ ഇതിൽ എങ്ങനെയാണ് ആക്ടിവേഷൻ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഡെപ്പോസിറ്റ് നൗ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ. ഇത് നമ്മളെ വേറൊരു ഫോണിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ ഈ സ്കാനർ അയച്ചു കൊടുത്താൽ ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ ഇതിലേക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഏകദേശം ഇതൊന്ന് കോപ്പി ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് ഇതൊന്ന് കോപ്പി ചെയ്തു. ഇതാണ് എന്റെ ലിങ്ക്. ഇതിൽ മിനിമം 10 അപ്പെക്സ് ആണ് അയക്കേണ്ടത്. നമുക്ക് എന്തായാലും 10 ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഞാനത് ജസ്റ്റ് നമ്മളെ ട്രസ്റ്റ് വാലറ്റിന് ഒന്ന് അയക്കാൻ തന്നെ ചെയ്യുന്നത്. ഇപ്പൊ ഓൾറെഡി നമ്മളിപ്പോ ട്രസ്റ്റ് വാലറ്റിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിതൊന്ന് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ അപ്പെക്സ് ടോക്കൺ ഉള്ള ഒരു ഓക്കെ, ആ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്, ആ ലിങ്ക് നമ്മൾ അപ്പെക്സ് ടോക്കൺ, ഇപ്പോ അപ്പെക്സ് എന്നുള്ള ഇത് നമ്മൾ എടുക്കുന്നു, അപ്പെക്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു, അപ്പെക്സ് BNB സ്മാർട്ട് ചെയിൻ, അതിൽ സെൻഡ് ഓപ്ഷൻ എടുക്കുന്നു. ആ സെൻഡ് ഓപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അഡ്രസ് പേസ്റ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ ഒരു 120 അപ്പെക്സ് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൽ നിന്ന് നമ്മളെ വാലറ്റിലേക്ക് അയക്കുന്നു. നമ്മൾ അതിന് കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്. ഞാൻ അത് 120 അപ്പെക്സ് വാലറ്റിലേക്ക് അയച്ചിട്ടുണ്ട്. ഓക്കെ, അത് കംപ്ലീറ്റ് ആയി എന്ന് കാണിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഡിസ്കവറിൽ പോയി വീണ്ടും ഇതിലേക്ക് പോകുന്നു. കാരണം ഞാൻ ഇത് രണ്ടും ട്രസ്റ്റ് വാലറ്റും ഇത് രണ്ടും ഓപ്പറേറ്റ് ചെയ്യുന്ന ഒന്ന് ആയതുകൊണ്ട് തന്നെ ഞാൻ ഡിസ്കവറിൽ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, നേരത്തെ 0 എന്ന് കണ്ട സ്ഥലത്ത് 120 അപ്പെക്സ് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനത് പ്ലാൻ എടുത്ത് ബേൺ അപ്പെക്സ് 120 എന്ന് കൊടുക്കുന്നു. ബേൺ അപ്പെക്സ് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാൻ പറ്റും, യുവർ സ്റ്റേക്ഡ് എമൗണ്ട് 70 അപ്പെക്സ്, യുവർ ടോട്ടൽ ബേൺഡ് എമൗണ്ട് 50 അപ്പെക്സ്. ഈ 70 അപ്പെക്സ് BSC സ്കാൻ അല്ലെങ്കിൽ ഈ ലിങ്ക് വഴി എന്താണ് നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി അതിനൊരു ലോക്ക് പീരീഡ് ഉണ്ട്. BSC സ്കാൻ എന്നാണ് അത് റിലീസ് ചെയ്യാന്നുള്ളത്, അത് നമുക്ക് BSC സ്കാനിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ടൈമിംഗ് കാണിക്കുന്നുണ്ടാവും, അത് റിലീസ് ചെയ്യുന്ന ഡേറ്റും മറ്റു കാര്യങ്ങളായിട്ട്. ഇപ്പൊ നമ്മൾ ഇത് ബേൺ ചെയ്ത് കഴിഞ്ഞു. ഇനി ആസ് യൂഷ്വൽ നമ്മളെ ട്രീ നോക്കി കഴിഞ്ഞാൽ, നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആക്ടിവേഷൻ കാണാം. ഇവിടെ നമ്മളെ പേരിലല്ല ഇമ്പോർട്ടൻസ്, നമ്മുടെ ലിങ്കിലാണ്. അത് ഓൾറെഡി നമ്മൾ ശ്രദ്ധിക്കണം. ലിങ്കിൽ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം വേറെ ഏതെങ്കിലും ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ അത് തിരിച്ച് എടുക്കാനും പറ്റില്ല. അപ്പൊ ഇതാണ് ടോട്ടലി നമ്മളത് വരിക. ഇതാണ് ഇതിന്റെ വിൻഡോയും മറ്റു കാര്യങ്ങളും. ഇനി ഇപ്പോ ട്രസ്റ്റ് വാലറ്റും ഇതുമായി കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അത് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇനിയിപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ്, ഇപ്പോ ഫേസ് 2 ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഡൗട്ട്, ഫേസ് 2 ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഞാനൊന്ന് പറഞ്ഞുതരാം.
ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അൺമ്യൂട്ട് ജോബിഷ് സംസാരിക്കുന്നുണ്ടോ ജോബിഷ്? ക്രിപ്റ്റോ കിങ്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. അപ്പൊ നമുക്ക് ഇതിലെ വിഡ്രോവൽസ് സെയിം എക്സ്ചേഞ്ച് ത്രൂ ആയിരിക്കും അതോ ഡയറക്റ്റ് ഉണ്ടാവുമോ ട്രസ്റ്റ് വാലറ്റിലേക്ക്? ഇത് ഫുള്ളി നമുക്ക് ഡയറക്റ്റ് ആണ് എല്ലാം വരിക. കാരണം ഇത് നമ്മുടെ ട്രസ്റ്റ് വാലറ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണ്, ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാമാണ്. അതിന്റെ വിഡ്രോവലിന്റെ കാര്യം പറയാനൊന്ന് വിട്ടു, ഏതാണ്ട് ഞാൻ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഷെയറിങ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് വിഡ്രോ നൗ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് എക്സ്ചേഞ്ച് ആണ്. ഇത് നമുക്ക് ഏത് ഇതിലേക്ക് വേണമെങ്കിലും അപെക്സ് എന്ത് ചെയ്യാൻ പറ്റും. ഇതിപ്പോ നമ്മളെ ഫേസ് 1ന്റെ ഇന്റർഫേസ് അവിടെ വെച്ചതുകൊണ്ടാണ് ഫേസ് 1 കൊണ്ട് കണക്ട് ചെയ്യുന്നുള്ളൂ. ഇതിൽ നമുക്ക് ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് നമ്മൾ അപെക്സ് ടോക്കൺ വിഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ, അതെന്തായാലും അടുത്ത ദിവസം അതിൽ ഒരു ചേഞ്ച് വരും. നമ്മളിത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് ഇതാക്കാൻ വെച്ചാണ്. അപ്പൊ ഇതിൽ നമുക്ക് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, വിഡ്രോവൽ എടുക്കാനുള്ള ഓപ്ഷൻ. നോർമൽ വിഡ്രോ നൗ എന്നുള്ള ഓപ്ഷൻ തന്നെ, അത് ഏത് ഇതിലേക്ക് വേണമെങ്കിലും നമുക്ക് വിഡ്രോ ചെയ്യാം. ഓക്കെ, ട്രസ്റ്റ് വാലറ്റ് കൊണ്ടുവരാം, നമുക്ക് എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുവരാം, എപ്പോ വേണമെങ്കിലും നമുക്കത് സെല് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. അല്ല, ഇതിലപ്പോ സ്റ്റേക്കിങ്ങിന്റെ കാലാവധി എത്ര, 25 ഡേയ്സ് ആണോ അതോ? അല്ല, നമുക്ക് ഇവിടെ 6 മാസം നമ്മൾ ഈ ടോക്കൺ നമുക്ക് എന്ത് ചെയ്യാണ്, ലോക്ക് ചെയ്യുന്നുണ്ട്. ആ 6 മാസം ലോക്ക് ചെയ്യുമ്പോഴും നമുക്ക് ROI നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അതിൽ കൂടുതൽ നമുക്കത് അവിടെ ഹോൾഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ നമുക്ക് അത് എടുത്ത് വിൽക്കാം എന്നുള്ളതാണ്. നമ്മൾ ഹോൾഡ് ചെയ്താൽ അത്രയും കാലം നമുക്ക് ROI കിട്ടും. അതുകൊണ്ടാണ് ഇത് ലൈഫ് ടൈം പ്രോഗ്രാം എന്ന് പറയാൻ കാരണം. ഓക്കെ, ക്ലിയർ. ഓക്കെ. പിന്നെ വിനോദൻ, ഞാൻ കുറച്ച് ആളുകള് കോസ്റ്റ് ചെയ്തിട്ടുണ്ട്, സംസാരിക്കാനുണ്ടെങ്കിൽ ഒന്ന് സംസാരിക്കാം കേട്ടോ. എന്താ വെച്ചാൽ നമുക്കിത് കഴിഞ്ഞ് വേറൊരു മീറ്റിംഗ് കൂടി ഉണ്ട്. അപ്പം ഒന്ന് പെട്ടെന്നൊന്ന് വൈൻഡപ്പ് ചെയ്യണം. നിങ്ങൾ അത് ചെയ്തു നോക്കുക. അപ്പൊ ഓൾമോസ്റ്റ് ഇത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി വിശ്വസിക്കുന്നു. സാറേ, ട്രസ്റ്റ് വാലറ്റ് ഓൾറെഡി ഫേസ് 2 ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോ കണക്ട് ചെയ്യണം നിർബന്ധമാണോ? അല്ല, ഫേസ് 2 ലിങ്കും വന്നുണ്ടല്ലോ ഇപ്പോൾ. ഇല്ല, അത് സാർ അത് ചെയ്താൽ മതി. നമുക്ക് പറഞ്ഞത് ഇനി അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ റഫറൽ പ്രോഗ്രാം ഇതുകൂടി ചെയ്യാവുന്നേ ഉള്ളൂ. മറ്റത് ഞാൻ വിചാരിച്ച അത് നിർത്തലാക്കിയിട്ട് ഇത് ചെയ്തതാണോ വിചാരിച്ചു. ഇല്ല, അങ്ങനെയില്ല. അത് ഓൾറെഡി കണ്ടു. ഇപ്പൊ സാറിന്റെ നമുക്കിപ്പോ നല്ല റിട്ടേൺസ് ഫേസ് 2 കിട്ടുന്നുണ്ട് അല്ലേ? കിട്ടുന്നുണ്ട്. നല്ല റിട്ടേൺസ് ഉണ്ട്, 3% ഒക്കെ കിട്ടുന്നുണ്ട്. അത് നമ്മൾ തുടരണ്ടേ, വേണ്ട, അങ്ങനെ പോയാൽ മതി, കണ്ടിന്യൂ ചെയ്താൽ മതി. അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ റഫറൽ പ്രോഗ്രാം കൂടി ഉണ്ട്. ഓക്കെ, താങ്ക് യു. സാർ, ഒരു ഡൗട്ട് കൂടി ചോദിക്കാനാണ്. ഇപ്പൊ ഇതില് നമുക്ക് ബൈനറി റഫറല് രണ്ടും കിട്ടൂലേ? ഇപ്പൊ പുതിയ വന്ന ഫേസ് 2-ല്? അതെ, രണ്ടും കിട്ടൂലേ? ഓക്കെ. ഇനി നമുക്ക് വേറെ ആർക്കും സംസാരിക്കാനില്ല എന്ന് വിശ്വസിക്കുന്നു. ഞാൻ കുറച്ചുപേരൊക്കെ കോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിക്കാം, അല്ലെങ്കിൽ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് ഒരു ഡൗട്ട് ഉണ്ട്. ഞാനിപ്പം ട്രസ്റ്റ് വാലറ്റിന് USDT ത്രൂ മാറ്റണത്, അത് എനിക്കിപ്പം അപെക്സിലേക്ക് മാറ്റാൻ പറ്റുമോ? ട്രസ്റ്റ് വാലറ്റിന് അപെക്സിലേക്ക് മാറ്റാൻ പറ്റില്ല. നമുക്ക് ട്രസ്റ്റ് വാലറ്റിന് എക്സ്ചേഞ്ച് പോയിട്ട് അപെക്സ് വാങ്ങാൻ പറ്റും. അതെ, ഇനി ട്രസ്റ്റ് വാലറ്റിൽ സ്വാപ്പിംഗ് ഓപ്ഷൻ വരുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് കൺവേർട്ട് ചെയ്യാം അപെക്സ് ആയിട്ട്. അപ്പൊ അതായത് USDT അപെക്സിലേക്ക് മാറ്റാൻ പറ്റൂല, സെലക്ട് അഡ്രസ് ത്രൂ സെൻഡ് ചെയ്യാൻ പറ്റൂല.
ഇല്ല ഇപ്പൊ പറ്റില്ല, കുറച്ച് കഴിഞ്ഞാൽ പറ്റും. അത് അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, സ്വാപ്പിംഗ്. ഓക്കെ, ശരി. പിന്നെ നമ്മൾ ഈ കോയിൻ നമ്മളിപ്പോ വാങ്ങി വെക്കുന്ന കോയിന്റെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കയറിയിട്ട് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ഒന്ന് കയറി നോക്കാം. ഇന്ന് 1028 റാങ്കിൽ നിൽക്കുന്ന കറൻസി, എത്രയോ അല്ലെ 10,000 കണക്കിന് കറൻസീസ് ഉണ്ട് ക്രിപ്റ്റോ എന്ന് പറഞ്ഞിട്ട്. അതിൽ 1028 റാങ്കിൽ നിൽക്കുന്ന കറൻസിയാണ്. ഇനി അത് ഈ ഒരു പ്രോഗ്രാം ഒക്കെ റൺ ചെയ്യുമ്പോഴത്തേക്ക് വിത്തിൻ 500 എത്താൻ പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഒന്ന് വിലയിരുത്തുക. ഓക്കെ, എന്നാ നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ? വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെ അപ്ലയൻസും കാര്യങ്ങളോ ചോദിച്ച് ക്ലിയർ ചെയ്യുക. പിന്നെ phase 2 നമുക്ക് ഒരുപക്ഷെ phase 1 ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്യാത്ത ആളുകൾക്കും നമുക്ക് phase 2 ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ phase 1 ചെയ്ത ആളുകൾക്ക് ഡയറക്റ്റ് ID ഇവിടെ ഉണ്ടാവും. അത് ആക്ടിവേഷൻ പെട്ടെന്ന് ചെയ്യണം. നിങ്ങൾ മനസ്സിലാക്കുക, ചില ആളുകളൊക്കെ ആക്ടിവേഷൻ ചെയ്യാത്ത ആളുകൾ ഉണ്ടാവും. താഴെയുള്ള ആളുകൾ ആക്ടിവേറ്റ് ചെയ്താൽ അതിന്റെ റെഫറൽ ലിങ്കും കിട്ടില്ല, ബൈനറി മാച്ചിങ് പോയിന്റ്സും കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ആക്ടിവേഷൻ ചെയ്യാം. മിനിമം അപെക്സിനെങ്കിലും ആക്ടിവേഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഓക്കെ, ഹലോ സാർ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ആക്ച്വലി നമ്മുടെ ഈ phase 1 ഇപ്പോൾ ഉള്ള നമ്മുടെ വിഡ്രോവൽ ഇഷ്യൂസും USDT ലിമിറ്റിന്റെ ഇഷ്യൂസും ഒക്കെ എപ്പോ വരെ റെക്ടിഫൈ ആകുമായിരിക്കും? അതൊന്നും അറിയാനായിരുന്നു. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞ കാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ phase 2 എന്ന് പറയാൻ കാരണം. മാർച്ച് 31 അതെല്ലാം ക്ലിയർ ആവും. ഇപ്പൊ അല്ല, USDT ലിമിറ്റും ക്ലിയർ ആകുമോ? അതൊക്കെ ക്ലിയർ ആവും. അതായത് ഇപ്പൊ ഈ 15 തൊട്ട് 20 തന്നെ P2B വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതെന്താന്നറിയാം, ഞങ്ങള് പിന്നെ ചോദിക്കുന്ന വെച്ചാൽ നേരത്തെ ആവുമ്പോ അപ്പെക്സ് സപ്പോർട്ടിലൊക്കെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ റെസ്പോൺസ് ഒക്കെ പെട്ടെന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അവരുടെ റെസ്പോൺസ് കുറച്ച് സ്ലോ ഒക്കെ ആവുന്നുണ്ട്. നമ്മൾ മാഡം നമ്മൾ പറഞ്ഞു, അതായത് ഒരു ദിവസം 10,000-5,000 ഒക്കെ ഇത് വരുന്നോണ്ടാണ്. അപ്പൊ അതിന് പതിയെ അത് ക്ലിയർ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിച്ചെന്നുള്ളൂ. ഇപ്പൊ phase 2 എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എത്രയോ തവണ ഡിസ്കസ് ചെയ്ത അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എനിവേ നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദി. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഒരു വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഒരു കറൻസിയുടെ ബിഗിനിങ് സ്റ്റേജിലാണ് നമ്മൾ ഓരോ ആളുകളും ഉള്ളത്. നമുക്ക് ഈ ഒരു കറൻസി, ഈ ഒരു കമ്മ്യൂണിറ്റി നല്ല രീതിയിൽ ബിൽഡ് ചെയ്യും. ഈ കമ്പനിയുടെ കൂടെ നിന്ന് നമുക്ക് നാളത്തെ ഒരു ബിറ്റ്കോയിന്റെ മുകളിലുള്ള ഒരു കറൻസി ആക്കിയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. 100% അതിന് പറ്റുന്ന ഒരു മാനേജ്മെന്റ് ഉണ്ട്. ഫുൾ ടൈം നമ്മളെ കൂടെ എല്ലാ സപ്പോർട്ടോടും കൂടി നിൽക്കുന്ന ടീമുണ്ട്. നമ്മളൊക്കെ ലൈഫ് മാറ്റാൻ പറ്റുന്ന ഈ ഒരു പ്രോജക്റ്റ് നമുക്ക് കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കരുതുക. എനിവേ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ് അരുൺ സത്യൻ. താങ്ക് യു.